സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സത്യവിശ്വാസിനികളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റമദാനിന് മുന്നോടിയായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ പല കാര്യങ്ങളെക്കുറിച്ചും പല സംസാരങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ പറഞ്ഞതും കേട്ടതുമൊക്കെയായ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ദേഷ്യത്തെ അല്ലെങ്കിൽ കോപത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു പരിധിവരെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം തങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അനുഭവിക്കുന്നവരുമാണ് നമ്മളിൽ പല ആളുകളും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ചെറിയ രൂപത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഏത് ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിലും പരമാവധി ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളും ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകണം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ മൈക്ക് ഓണാക്കി ഉത്തരം പറയണമെന്നില്ല. മറിച്ച് നിങ്ങളുടെ കയ്യിൽ ആ ഫോൺ എടുത്ത് ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ മറുപടി ടൈപ്പ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവണം. അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ ഇങ്ങനെ ക്ലാസ് കേട്ടു പോവുക എന്നുള്ളതല്ല. നമ്മൾ കുറച്ച് സമയം ഈ ഒരു വിഷയം കേവലം ഒരു പ്രസംഗം നടത്തി പോകുക എന്ന ഉദ്ദേശത്തിലല്ല നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമുക്ക് ഇതുകൊണ്ട് മാറ്റം ഉണ്ടാവണം. അതൊരു ഇൻട്രാക്ട് ചെയ്ത് നമ്മളൊരു ക്ലാസ്സിലിരുന്ന് ഓരോ വർക്ക് തരുമ്പോൾ ആ വർക്ക് ചെയ്ത് പോകുന്നത് പോലെ നമ്മൾ പോകണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും അതിനൊരു റെഡിയാകും എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? അങ്ങനെ ചോദിച്ച് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ? ഇല്ല, ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് തന്നെ റെഡിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിന്ന് തുടങ്ങാം. ഇന്ന് കുറേ സംസാരങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രൂപത്തിൽ വളരെ സിമ്പിളായി കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു വിഷയം എന്തായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. കാരണം ഒന്നുകിൽ പലരുടെയും കോപം കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ കോപം കൊണ്ട് നമ്മുടെ മക്കൾ ബുദ്ധിമുട്ടുന്ന, നമ്മുടെ കുടുംബം ബുദ്ധിമുട്ടുന്ന, നമ്മുടെ അയൽവാസികൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ? ഈ ഒരു പ്രശ്നം എന്തായാലും പല ആളുകളും അനുഭവിക്കുന്നു എന്നതൊരു സത്യമാണ്.
സ്വന്തത്താലോ അല്ലെങ്കിൽ മറ്റുള്ളവരാലോ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് ഈ കോപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? കോപം അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ടൈം എടുത്തിട്ട് ടൈപ്പ് ചെയ്ത ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഉദ്ദേശം. ആ ഒരു ഇമോഷനാണ് അല്ലെ? ശരിയാണ്. അതൊരു ഇതാണ്. അത് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണ് കോപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഒരു കുറച്ചും കൂടി ഒരു ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. എനിക്ക് ദേഷ്യം വന്നു, ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ അങ്ങനെയാണ്, ഞാൻ മൂത്ത മോനായതുകൊണ്ടേ, ഞാൻ മൂത്ത മോളായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെറിയ ആളായതുകൊണ്ട് എനിക്ക് ഇന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ. എന്താണ് ശരിക്കും കോപം അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഞാൻ അങ്ങനെ വായിക്കട്ടോ. സബറില്ലാത്തത്, ക്ഷമയില്ലാത്തത് എന്ന് പറയാം നമുക്ക്. ശരിയാണ്. ക്യാൻ കൺട്രോൾ അവർ സെൽഫ്, നമ്മൾ സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരി. പിന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, അതും പൊതുവെ കോപം എന്ന് പറയാം. നമ്മൾ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റ് ചെയ്താൽ വരുന്ന ഒരു ഇമോഷൻ. ശരി, അതും ശരിയാണ്. പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ കഴിഞ്ഞോ? നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ക്ലിയർ തന്നെ കേട്ടോ. നിങ്ങൾ പറഞ്ഞ എല്ലാം ക്ലിയർ ആണ്. എല്ലാം അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. മാഷാ അല്ലാ, മാഷാ അല്ലാ, നല്ലൊരു പോയിന്റ് പറഞ്ഞത്. പൈശാചികമാണ്. ഓക്കെ, ക്ഷമ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇബിലീസ് നമ്മളിൽ ഉണ്ടാക്കുന്നത്, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, അനിഷ്ടങ്ങളോടുള്ള പ്രതികരണം. ഓക്കെ, ഇതൊക്കെ ഉത്തരങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം ഉത്തരമാണ്. എന്നാൽ നമ്മൾ ഒരു പൊതുവായിട്ട് എന്താണ് ദേഷ്യം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. നിങ്ങൾ നേരെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനായി അയാൾ പ്രകടിപ്പിക്കുന്ന വികാരമാണ് കോപം അഥവാ ദേഷ്യം. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ കണ്ടു. ചിലപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ അടിച്ചു വാരി എല്ലാം റെഡിയാക്കി തുടച്ചു, പിന്നെ തുടക്കലും കഴിഞ്ഞു, വീട് ഒക്കെ വൃത്തിയാക്കി. അപ്പോഴാണ് നമ്മളെ മോൻ എന്ത് ചെയ്യണത്? പിന്നെ കളി കഴിഞ്ഞ് ആ ചെളിയുള്ള കാലുമായിട്ടുണ്ട് കയറി. അത് കണ്ടപ്പോൾ ഉണ്ടാകണേ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത്. കാരണം അവിടെ നമ്മൾ വൃത്തിയാക്കി കഷ്ടപ്പെട്ടൊരു സാധനം അവിടെ ഒന്നും അല്ലാത്തൊരവസ്ഥയിലാക്കി ആ കുട്ടി ചെയ്യുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു വികാരം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെ, നമ്മൾ കേൾക്കുകയാണ്, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആ കേട്ടത്, ഒരിക്കലും നമുക്ക് തൃപ്തിയില്ലാത്ത കാര്യമാണ്. ആ സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരം, അതിനാണ് പൊതുവെ ദേഷ്യം എന്ന് പറയാം കേട്ടോ. കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ദേഷ്യം, എന്താണ് കോപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരം. അതൊരു പക്ഷേ നമ്മൾ ശബ്ദമുയർത്തിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആംഗ്യങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ണുരുട്ടിക്കൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വല്ലതും എടുത്തെറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ല എങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ആ ഒരു വികാരത്തെ പ്രകടിപ്പിക്കും. ചിലപ്പോൾ ദേഷ്യം വരും, പ്രകടിപ്പിക്കാത്ത ആളുകൾ ഉണ്ടാവും. അതല്ല, അവിടെ പ്രകടിപ്പിക്കുന്നതിന് മാത്രമാണ് എന്ത് ചെയ്യുക, ദേഷ്യം എന്ന് പറയാം. അതാണ് ശരിക്ക് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്നുള്ള നിലക്ക് പറയാം. നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, നമുക്ക് ദേഷ്യം ആവശ്യമാണോ അതല്ല അപകടമാണോ? കോപം ആവശ്യമാണോ അപകടമാണോ? എന്താണ് നിങ്ങളൊരു മറുപടി? എന്താ എല്ലാവരും ഒന്ന് അഭിപ്രായം പറഞ്ഞോളി. ആവശ്യമാണോ? ഡേഞ്ചർ. ഡേഞ്ചറാണ്, ഈക്വലാണ്, അപകടമാണ്. പിന്നെ വേറെന്താ? അപകടം, അപകടം, അപകടം എഴുതിയത് ആദ്യം അപകടമാകുമോ? കുറച്ച് വേണം. ഡേഞ്ചറാണ്, ഡേഞ്ചറസ് ആണ്, പിന്നെ അപകടമാണ്. ഓക്കെ, കുറെ ആളുകൾ ചില സമയം ആവശ്യമാണ്. ഓക്കെ 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 മോസ്റ്റ് ഓഫ് ദ ടൈം അപകടം. ഓക്കെ, ആവശ്യം കൂടിയാൽ അപകടവുമാണ്. ഓക്കെ, എന്നാ കേട്ടോളിട്ടോ, നമ്മൾ കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാണ്.
കമന്റ് ബോക്സ്, ചാറ്റ് ബോക്സ് നിർത്താം. കോപം ആവശ്യമാണോ അപകടമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമുള്ള ഘട്ടങ്ങളുണ്ട്. ഒറ്റ പിന്നെ വാക്കിൽ കോപം മുഴുവൻ ആവശ്യമാണ് എന്നോ കോപം മുഴുവൻ അപകടമാണ് എന്നോ പറയാൻ പറ്റൂല. കോപം ആവശ്യമുള്ളതുണ്ട്, അപകടമുള്ളതുണ്ട്. ആവശ്യമുള്ള കാര്യം നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് പറയാം. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളല്ല കാര്യമായിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. അപകടമായ മേഖല തന്നെയാണ്. കാരണം നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പൊ എന്നാൽ കോപം ആവശ്യമല്ലേ? ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അള്ളാഹു ദേഷ്യപ്പെട്ടു എന്ന് പറയുന്ന രംഗല്ലേ? ഉണ്ട്. ചില വിഷയങ്ങളിൽ സ്വഹാബിമാര് ദേഷ്യപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ദേഷ്യം എന്താണ്? ആവശ്യമുണ്ട്. ചില സമയത്ത് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തന്നെ വായിക്കുമ്പോൾ ചില സമയങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തുടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത ഗൗരവത്തിൽ ആ ഒരു കാര്യം എതിർത്തു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആ ഒരു പ്രയോഗങ്ങൾ വരെ നടത്തി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ സഹാബിമാരിൽ ചില ആളുകൾ നേരത്തെ വന്ന് അവര് വേഗം വുളു എടുക്കുകയാണ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അവര് വുളു എടുക്കുമ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാം. വുളു എടുത്തിട്ട് ഇങ്ങനെ ചില ആൾക്കാർ നടന്നു പോകുമ്പോൾ അവരുടെ നെരിയാണിയുടെ ഭാഗത്ത് കുറച്ചു ഭാഗം വുളു എടുത്തപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? നനഞ്ഞിട്ടില്ല. ആ നനയാത്ത ഭാഗം നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ക്ഷമ അവലംബിക്കല്ലേ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വൈലുൻ വൈലുൽ ലിൽ അഖാബി മിനന്നാർ, മടമ്പിൻ കാലുകൾക്കാകുന്നു നാശം. നരകത്തിലെത്തുന്നതാണ്, നരകത്തിന്റെ താഴ്വരയിൽ എത്തപ്പെടുന്നതാണ്. വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം എന്ന അർത്ഥം മാത്രമല്ല, അതിന് നരകത്തിന്റെ താഴ്വര എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഒരു ചെറിയ ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതെന്താ കുറച്ച് വെള്ളമായില്ല, അതിനൊക്കെ എത്രമാത്രം ദേഷ്യപ്പെടാണ്ടോ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്ത് ചെയ്തു? മതപരമായ വിഷയമായതുകൊണ്ട് തന്നെ, ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. എന്നാൽ എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ചില സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായിക്കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ശത്രുക്കളോടാണെങ്കിലും മിത്രങ്ങളോടാണെങ്കിലും, സ്വഹാബിമാരോടാണെങ്കിലും പിന്നെ മുശ്രിക്കുകളോടാണെങ്കിലും എല്ലാവരോടും. അപ്പൊ ഇവിടെ ചില സാഹചര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ മനസ്സിലാവും. അപ്പൊ ഇവിടെ കോപം, ദേഷ്യം ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ കുറഞ്ഞ രൂപത്തിൽ ദേഷ്യപ്പെടേണ്ട രംഗങ്ങളുണ്ട്. അവിടെ ദേഷ്യപ്പെടുന്നേ വേണം. ചില കാര്യങ്ങൾ നമ്മൾ ദേഷ്യപ്പെടുന്നേ വേണം. എന്നാൽ നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടേണ്ടതില്ലാത്തിടത്ത് ദേഷ്യപ്പെടുന്നു, ദേഷ്യപ്പെടേണ്ടതുള്ളതിടത്ത് ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യും. അതാണ് നമ്മളെ പ്രശ്നം. നമ്മളിവിടെ പ്രധാനമായും ഈ രണ്ടാമത്തെ ഒരു ഭാഗം, അപകടമായിട്ടുള്ള കാര്യം, ദേഷ്യം എങ്ങനെയാണ് അപകടമാകുന്നത്, എന്താണ് അതിൻ്റെ പ്രശ്നം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചെറിയ രൂപത്തിൽ പറയുന്നത്. ഇപ്പോൾ ആവശ്യമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മതപരമായ ചില വിഷയങ്ങളിലൊക്കെ പറയുമ്പോൾ ചില ആവശ്യങ്ങളുണ്ട്. ദേഷ്യം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതിനും അത് പ്രകടിപ്പിക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇത് അപകടമാകുന്ന, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ ജീവിതത്തിൽ തന്നെ ഉള്ളതാ. ഇപ്പൊ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും പറഞ്ഞതോ ചിന്തിച്ചതോ ആണ്. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടുകയും വല്ലാതെ കോപിക്കുകയും പിന്നീട് നമ്മൾ പറയുന്നതെന്നറിയോ? അങ്ങനെ ഞാൻ പറയേണ്ടിയില്ലായിരുന്നു അല്ലേ, ആ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറയും ചെയ്തു, പിന്നെ എനിക്ക് വേണ്ടിന്നില്ല തോന്നുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളിൽ തോന്നുന്നതാണ് ആ പറഞ്ഞത് മോശമായിപ്പോയി, അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കാമായിരുന്നു. നമുക്ക് തോന്നുന്ന, വേറൊരാൾ പറയല്ല, നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുമെന്ത്, അത് അത്രയൊന്നും പറയേണ്ടിയില്ലായിരുന്നു. പിന്നെ ചിലപ്പോഴൊക്കെ പറഞ്ഞു പോയിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ, അതെ പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചതാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ്, ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു, പിന്നെ ഇങ്ങനെ നിങ്ങൾ ആ ഒരു സംസാരം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് നാവെന്ന് വന്നു, നിങ്ങളൊന്നും വിചാരിക്കല്ലേ അല്ലെ? ഇങ്ങനത്തെ പല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ലേ? പറയേണ്ടതില്ലാത്ത ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ചിലതൊക്കെ വല്ലാത്ത വാക്കുകളായിട്ടുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്.
ഒരു പക്ഷേ അന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നും നമ്മളോട് പലരും ബന്ധം ഒഴിവാക്കി ജീവിക്കുന്നതുമുണ്ട്. അപ്പൊ അത് ശരിക്ക് ഈ കോപം അപകടമാണോ എന്ന് വെച്ചാല് ഈ ഒറ്റ വാചകത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. പല ബന്ധങ്ങളും ഇല്ലാതായി പോയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദേഷ്യം അപകടമായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഭൂരിഭാഗവും നമുക്ക് അപകടമുണ്ടാക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ഒരു സ്ലൈഡിലേക്ക്, ഇത് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതാണ്. നമുക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താ? പല ആളുകളും പറയാറുണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, അതെനിക്ക് ആ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണ്ടല്ലോ. എങ്കിൽ നമുക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താ ശരിക്കും? അത് നിങ്ങൾ ടൈപ്പ് ചെയ്താണ്. നമുക്ക് എപ്പോഴാ ദേഷ്യം വരാറുള്ളത്? എപ്പോഴാ ദേഷ്യം വരിക? എപ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക? നിങ്ങളെ കാര്യം മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഒരിക്കലും ദേഷ്യം വരാത്തവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതിക്കോളി. നമുക്ക് ഒരിക്കലും ദേഷ്യം വരാറില്ല എന്ന് തന്നെ പറഞ്ഞത്. നമുക്ക് ദേഷ്യം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, മാനസികമായി തളർന്നു നിൽക്കുമ്പോൾ, ശരിയാണ്. ഇൻഫ്ലുവൻസ് ഫ്രം ഷെയ്ത്താൻ വേഗം ഷെയ്ത്താന്റെ തല നമുക്ക് ഇട്ടുകൊടുത്തു അല്ലേ? ഓക്കെ, മക്കൾ അനുസരിക്കാതിരുന്നാൽ, സബുർ പോകുമ്പോൾ, പിന്നെ സങ്കടം വരുമ്പോൾ, ക്ഷമയില്ലാത്തത് കൊണ്ട്, കുട്ടികൾ പരാജയം എന്താ മനസ്സിലായില്ല, പരാജയം കേൾക്കാഞ്ഞാൽ, എതിർ വിഭാഗം തർക്കിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, പറഞ്ഞാൽ കേൾക്കാഞ്ഞാൽ, മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തപ്പോൾ, മക്കളുടെ അനുസരണക്കേട്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മക്കൾ കച്ചറയാകും. അൽഹംദുലില്ലാ വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കാത്തത് കേൾക്കുമ്പോൾ, ഫീലിങ്സ് സപ്രസ്ഡ് ചെയ്ത് നിൽക്കുമ്പോൾ, ഓക്കെ, പറയാൻ പറ്റൂല, വേദനിപ്പിക്കുമ്പോൾ, നമ്മൾ വിചാരിച്ച കാര്യം നടക്കാത്തപ്പോൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ എല്ലാത്തിനും കുറ്റം പറയുമ്പോൾ, മനസ്സിലാക്കാതെ വരുമ്പോൾ. ഓക്കെ, മാഷാ അല്ലാ, എല്ലാവരും അവരുടേതായ കുറെ മേഖലകളിൽ നിന്നാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതിയിട്ടുള്ളത്. ചോദ്യം ഇതായിരുന്നു, നമുക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താണ്, അല്ലെ? നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാണി. ഞാനിപ്പോ ഈ പറഞ്ഞ വാചകങ്ങളിലൊക്കെ ആകത്തുക എന്താണെന്നറിയോ? അവരങ്ങനെ പെരുമാറിയത് കൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെ? അവര് പെരുമാറി, കുട്ടികൾ അനുസരണക്കേട് കാണിച്ചു, കുട്ടികൾ കച്ചറ കാണിച്ചു, മറ്റുള്ളവർ എന്നെ ദേഷ്യപ്പെടുത്തി, അല്ലെ? നമ്മൾ പറയുന്നത് പോലെ എങ്ങനെയാണ്, നീ പറഞ്ഞ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ, എൻ്റെ ഈ വാക്കൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, നല്ല എനിക്ക് കേറി വരുന്നുണ്ട്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇപ്പോ, അല്ലെ? അതാണല്ലോ ഇപ്പൊ ശരിക്കും പറയണേ. ആ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അവരുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവര് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെന്നോട് തർക്കിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാ പ്രശ്നം, അതാണ് പ്രശ്നം. നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, അവര് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം, അവരുടെ ആ ഒരു പ്രവർത്തനം, അവര് ചെയ്തത്, അവര് പറഞ്ഞത്, അവര് പിന്നെ ഇടപെട്ടത്, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നാ ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അവരുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണല്ലോ, എങ്കിൽ നമ്മൾ സ്വയം പരിശോധിക്കുക. മറ്റുള്ളവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനാണോ നമ്മുടെ ജീവിതം? നമ്മൾ ചെയ്യുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ടാണ് ചെയ്യണത്. ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മാറുമോ? ബാപ്പാക്ക് വേണ്ടിയിട്ടൊരു മാറ്റം, ഭർത്താവിന് വേണ്ടിയിട്ട് വേറൊരു മാറ്റം, അതേപോലെ തന്നെ അനിയത്തിക്ക് വേണ്ടിയിട്ട് മാറുക, മക്കൾക്ക് വേണ്ടിയിട്ട് മാറുക, അയൽവാസിക്ക് വേണ്ടി മാറുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരെ ഇഷ്ടം മാത്രം നോക്കിയിട്ടാണോ നമ്മൾ ജീവിക്കണേ? അല്ല, നമ്മൾ കുറേ ചെയ്യും, ചിലതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടൂല. പിന്നെ നമ്മൾ അത് ഓരോ ഇഷ്ടം, ഓരോ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതിരിക്കട്ടെ. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എല്ലാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഇപ്പൊ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മൾ ചോദിക്കാറുള്ളത്. എങ്കിൽ അവരത് പറഞ്ഞത് നമ്മളെ എവിടെ ബാധിച്ചേ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ ഒരു കാര്യം ചെയ്തു, നമ്മുടെ ഭർത്താവിന്റെ അടുക്കൽ നിന്നും ഒരു അഭിനന്ദനം, ഒരു അപ്രീസിയേഷൻ കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു, പക്ഷെ അത് കിട്ടിയില്ല.
അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഓരെന്നോടൊരു നല്ല വാക്ക് പറഞ്ഞില്ല. നമ്മൾ എന്ത് ചെയ്താലും അവര് നല്ലത് വാക്ക് പറയണം. അപ്പൊ പ്രശ്നം നമ്മളെടുത്തല്ലേ? കാരണം ആരെന്ത് ചെയ്താലും നമ്മൾ നല്ല വാക്ക് പറയുന്നവരാണോ എന്ന് നോക്കിയാൽ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ പറയും, ഞാൻ നിങ്ങളാ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പറയും. നമുക്ക് വേറെന്തോ ആലോചിക്കാമെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് വേറെന്തോ ആലോചിക്കാലോ, അല്ലെ? ഈ പറഞ്ഞ ആളുകൾക്ക് വേറെന്തോ ആലോചിക്കാം, നമ്മൾ പറയുമ്പോ വേറെന്തോ ചിന്തിക്കാം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെടുന്നു, മക്കളുടെ പെരുമാറ്റം കാരണം എനിക്ക് ദേഷ്യപ്പെട്ടു, മക്കൾ തമ്മിൽ തല്ലൂടണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു, അവര് കച്ചറുണ്ടാക്കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് മക്കൾ ജീവിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഒരു എന്ത് കച്ചറ് ഒരു കാണിക്കാം, പക്ഷെ ദേഷ്യപ്പെടണോ വേണ്ടേ? ഈ പറഞ്ഞതിന്റെ അർത്ഥം കുട്ടികൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഒരു തമ്മി തല്ലി അങ്ങോട്ട് മരിച്ചോട്ടെ, എന്നാലും ഞാൻ ഒന്നും മിണ്ടൂല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ ദേഷ്യപ്പെടുത്തുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, നിന്റെ ആ ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എല്ലാവരും പറയുന്നതിനനുസരിച്ചു കൊണ്ട് നമുക്ക് മാറാൻ കഴിയുമോ? എല്ലാവർക്കും വേണ്ടി നമുക്ക് മാറാൻ പറ്റുമോ? ഇല്ല എങ്കിൽ നമുക്ക് വേണ്ടി എന്തിനാ അവര് മാറണം? നമുക്കല്ലേ ഇഷ്ടപ്പെടാത്തത്, ഓർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഒരു തല്ലൂടിയത്, ഓർക്ക് ഉള്ളത് കൊണ്ടല്ലേ ഓരങ്ങനെ പ്രവർത്തിച്ചത്, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, എല്ലാവർക്കും വേണ്ടി ഞാൻ മാറണില്ല അല്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എനിക്ക് മാറാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഞാൻ മാറ്റാൻ പറ്റുമോ? എന്നോട് പറയാം, നിങ്ങൾ അങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ഇങ്ങനെ സംസാരിക്കേണ്ടത്, ഇങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെ പറഞ്ഞേ. ഇവിടെ ഇപ്പോൾ 100 ചില്ലാൻ ആൾക്കാരുണ്ട്, 199 ആൾക്കാരുണ്ട്. ഈ 199 ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും കഴിയൂല. അതൊരാൾക്ക് പോസിബിൾ അല്ലല്ലോ. എങ്കിൽ ഞാൻ പറയാണ്, ഞാനത് എങ്ങനെ സംസാരിക്കാം, എനിക്ക് ഇങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. ഇതുപോലെ മറ്റുള്ളവർ, നമ്മുടെ മക്കൾ എന്ത് വേണമെങ്കിലും അവര് പെരുമാറിക്കോട്ടെ, ഭർത്താവ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് എന്നെ ഇഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളത് നമുക്ക് ദേഷ്യപ്പെടാനുള്ള കാരണം അത് നമ്മളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ വരുന്ന വാക്കാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കണുള്ളൂ. അവർക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ അവർ ചെയ്തത്. അവർക്കത് തൃപ്തിയാണ്, അതുകൊണ്ടാണ് അവർ പെരുമാറിയത് അങ്ങനെ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ദേഷ്യം വെക്കേണ്ടതില്ല. ഒന്നാമത്തെ വിഷയം. ഇനി ഇവിടെ നമ്മൾ ദേഷ്യപ്പെടുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മളിപ്പോൾ അതൊക്കെ പറയുമ്പോഴും പറയും, എന്നാലും ഉസ്താദേ എനിക്ക് എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ. എങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വേഗം ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വേഗം ടൈപ്പ്. ദേഷ്യപ്പെടുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നഷ്ടപ്പെടും നമുക്ക്? നമ്മൾ ദേഷ്യപ്പെടുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കുറ്റബോധം, മാനസിക പ്രശ്നം, മനസ്സമാധാനം നഷ്ടപ്പെടും, സമാധാനം പോകും, പീസ് ഓഫ് മൈൻഡ് പോകും, നമ്മളോടുള്ള റെസ്പെക്റ്റ് പോകും, ഞാൻ ഇരുന്ന് കരയേണ്ടി വരും, ആരോഗ്യം ടെൻഷൻ വരും, ബന്ധങ്ങൾ അകലും ഒക്കെ, അല്ലെ? സന്തോഷം നഷ്ടപ്പെടും. അപ്പോ നമുക്കറിയാം, അല്ലെ? അതാണ് ഞാൻ പോയി ചോദ്യം ചോദിക്കണ, അത്രേ ഉള്ളൂ. നമ്മൾ ദേഷ്യപ്പെടുന്നതിലൂടെ നമുക്ക് എന്താ ലാഭം ഉണ്ടായത്? നമ്മൾ ദേഷ്യപ്പെടുന്നതിലൂടെ നമുക്ക് എന്ത് ലാഭം ഉണ്ടായി? ഒരു ലാഭം ഉണ്ടായിട്ടില്ല. നഷ്ടങ്ങളുടെ കണക്ക് നോക്കിയാൽ ഒരുപാട് ഉണ്ടേനും. ആ നഷ്ടങ്ങൾ ചെറിയ രൂപത്തിലൊന്ന് പറയാം. ഒന്ന്, ബന്ധങ്ങൾ തകരും എന്നുള്ളത് തന്നെയാണ്. ബന്ധങ്ങൾ തകരും, അല്ലെ? ഒട്ടുമിക്ക ഭാര്യ ഭർത്താക്കന്മാരും അകലാനുള്ള കാരണം എന്തേ? ഭർത്താവ് ചില കാര്യങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് ഭാര്യ അങ്ങോട്ട് പ്രതികരിച്ചു, ഒരു ഒറ്റത്തവണയിൽ ചില വാക്കുകൾ പറഞ്ഞു, ഭർത്താവ് തിരിച്ചും പറഞ്ഞു, അങ്ങോട്ടും പറഞ്ഞു, ഇങ്ങോട്ടും പറഞ്ഞു, അവസാനം പറച്ചിൽ പിന്നെ കുടുംബങ്ങളുടെ ഭാഗത്തിലേക്ക് എത്തി, കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അവസാനം ഭാര്യ എണീറ്റ് പോയി. ഭർത്താവ് പറഞ്ഞു, ഞാൻ അനത്തൊലാക്കില്ല. ഭാര്യ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒപ്പം ജീവിക്കണ്ട, അല്ലെ? ബന്ധങ്ങൾ തകർന്നു. എന്തേപ്പം ഉണ്ടായത്? ഒരു ചെറിയൊരു വിഷയം, ഒരു ചെറിയൊരു കാര്യം. ഇപ്പൊ ഞാൻ ഒന്ന് ദേഷ്യപ്പെടുമ്പോ തിരിച്ച്, അല്ലെങ്കിൽ ഒരാൾ എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു, ഞാൻ തിരിച്ച് അതേപോലെ അങ്ങോട്ടും പറഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്യും? നിർത്തുവോ? ഇല്ല, അയാൾ 2 എണ്ണം പറയും, അപ്പൊ ഞാൻ 2 എണ്ണം പറയും. അയാൾ 3 എണ്ണം പറയും, അപ്പൊ ഞാൻ 3 എണ്ണം പറയും. എന്താ ഇതിൽ ഉണ്ടായത്?
ആ പറയുന്ന സമയത്ത് എനിക്കുള്ള നഷ്ടം ഞാൻ ആലോചിച്ചാൽ മതി. എൻ്റെ ബന്ധം അതോടുകൂടി ഇല്ലാതാവുകയാണ്. എൻ്റെ കുടുംബം ഞാനുമായിട്ട് അകലെയാണ്. നല്ല ദേഷ്യം വെക്കുന്ന ഉമ്മയാണോ നിങ്ങൾ? ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം എഴുതി ഒപ്പിട്ട് തരും. എന്താണെന്നറിയോ? നിങ്ങളെ കുട്ടികൾ നിങ്ങളോട് അകലും. എന്താ മൗലവി നിങ്ങൾ ഈ പറയണത്? ഞാൻ പറഞ്ഞോടത്ത് എൻ്റെ കുട്ടികൾ നിൽക്കും. ഞാൻ വരച്ച വരിയിൽ എൻ്റെ കുട്ടികൾ നിൽക്കും. 10 വയസ്സ് 11 വയസ്സ് വരെ. 12ാമത്തെ വയസ്സെത്തുമ്പോ 13ാമത്തെ വയസ്സെത്തുമ്പോ നിങ്ങൾ വിളിക്കും നമ്മളെ. എന്നിട്ട് പറയും, ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കണില്ല, കുറേ തല്ലി നോക്കി, വടി പൊട്ടുക എന്നല്ലാതെ വേറൊന്നും നടക്കണില്ല അറിയും. ഇവിടെ മനസ്സിലാക്കിക്കോളി ഉമ്മമാര് കേട്ടോ, നിങ്ങളെ മക്കൾ നിങ്ങളിൽ നിന്ന് അകലും. നിങ്ങൾ നല്ലോണം ദേഷ്യം വെക്കുന്ന ഭാര്യയാണോ, ഭർത്താവ് ഒരു പക്ഷേ നമ്മളിൽ നിന്ന് അകലും. നിങ്ങളെന്ന് പറയുന്ന മകൾ ഉമ്മയോടും വാപ്പയോടും ദേഷ്യം വെക്കുന്ന ആളാണോ, അയൽവാസികളോട് ദേഷ്യം വെക്കുന്ന ആളാണോ, എങ്കിൽ അവരൊക്കെ നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങളെ വെറുക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാട്ടോ. കുടുംബം, മക്കള്, ഭർത്താവ്, വാപ്പ, ഉമ്മ, സഹോദരങ്ങള്, ഇതൊക്കെ അതിൽ നിന്ന് അകന്നകന്ന് പോണതാണ്. ഇനി അതിനപ്പുറത്തേക്കോ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകും. നിങ്ങളൊന്ന് ദേഷ്യപ്പെട്ടോക്കി കാണി. ശരിക്കും ദേഷ്യപ്പെടുമ്പോൾ തന്നെ എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോട് അകലെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ശബ്ദം കുറച്ചിട്ടാ പറയാ, ശബ്ദം കൂട്ടിയിട്ടാ പറയാ? നല്ല ശബ്ദത്തിലാ പറയാ അല്ലേ? നമ്മൾ ശരിക്കും നല്ല ഒരു അടുപ്പുള്ള ഒരാളോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ? നമ്മൾ സ്നേഹത്തോടു കൂടിയാ പറയാ അല്ലെ? ശബ്ദം താഴ്ത്തിയിട്ടാ പറയാ. നമ്മുടെ മുന്നിലുള്ള ആള്, നമ്മുടെ കുട്ടി ഒരു കാര്യം ചെയ്തു, നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം കുട്ടി ചെയ്യുമ്പോ നമ്മൾ എന്തിനാ മോനെ അങ്ങനെ ചെയ്തത് എന്ന് ശബ്ദം കുറച്ച് പറഞ്ഞാൽ ആ കുട്ടി കേൾക്കും. കുട്ടി കേൾക്കണം എന്നതല്ല നമ്മളെ ബാധിക്കുന്നത്, മറിച്ച് എന്താണെന്നറിയോ? കുട്ടി നമ്മളോട് അകലണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? കുട്ടിയിൽ നിന്ന് നമ്മൾ അകലുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മൾ ശബ്ദം ഉയർത്തി പറയാ, അന്നോടാ പറഞ്ഞ മനസ്സിലാവില്ലെന്നേ അല്ലെ? തൊണ്ടൊക്കെ പൊട്ടി ആ രൂപത്തിൽ ഇങ്ങനെ കുട്ടി ആകെ പേടിച്ച് കണ്ണും തുറപ്പിച്ച് ഇങ്ങനെ നിൽക്കും. സത്യല്ലേ? അവിടെ നമ്മൾ അകലുന്നുണ്ട്, നമ്മൾ അകന്നു പോവുകയാണ്. അവരോട് ദേഷ്യപ്പെട്ട് ഒച്ചയിടുമ്പോൾ നമ്മൾ അകന്നകന്നു പോകുന്നു. ഇങ്ങനെ 4 തവണ നമ്മൾ ശബ്ദം ഇട്ട് കഴിഞ്ഞാൽ കുട്ടി നമ്മളിൽ നിന്ന് പൂർണ്ണമായി അകലുന്നൊരവസ്ഥയുണ്ടാകാം. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ ഒക്കെ അകന്നകന്നു പോകും. ശാരീരികമായിട്ട് നോക്കിക്കഴിഞ്ഞാലോ മെന്റലി അയാൾക്ക് പ്രശ്നം വരും. ഈ വല്ലാതെ ദേഷ്യപ്പെടുന്ന ആളുകളെ നോക്കിക്കോളി, അവർക്ക് എന്താന്ന് വെച്ചാൽ എപ്പോഴും ടെൻഷനായിരിക്കും. കാരണം എന്താ അറിയോ? ഈ ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ശാരീരികമായിട്ട് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പൊ ഭയങ്കര ചൂട് വരും. ചൂട് വരുന്ന സമയത്ത് നല്ലോണം നമ്മൾ പറയും, നല്ല പ്രഷർ കൊടുക്കും. ആ പ്രഷറിൽ തൊണ്ട പ്രശ്നമാകും, നമ്മളെ തലച്ചോറിൽ പ്രശ്നം ഉണ്ടാകും, നമ്മൾ കിട്ടിയതെടുത്ത് അടിക്കും, പലതും നഷ്ടപ്പെടും, പലതും പൊട്ടും. ഇതൊന്നും കഴിയൂല. പിന്നെ അതൊക്കെ ചെയ്തത് ആലോചിച്ചിട്ട് നമ്മൾ എന്നാലും ഞാൻ അങ്ങനെ പറയേണ്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മളിരുന്ന് കാര്യം ചെയ്യും. ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് ഒരു പക്ഷേ വല്ലാതെ സ്ട്രെസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ സ്ട്രോക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്, അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകും ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഇനി അതൊന്നുമല്ല, നമ്മൾ നല്ലോണം ദേഷ്യപ്പെടുന്ന ആളാണോ, നമ്മൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടും. നമ്മളെ കൂടെ ആരും നിൽക്കൂല. കാരണം എന്താ അറിയോ? എത്ര വലിയ സ്നേഹമുള്ള ആളാണെങ്കിലും ശരി, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരെ വിഷമിപ്പിക്കുമ്പോഴേ, നമ്മൾ അവരെ പ്രയാസപ്പെടുത്തുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. കാരണം ഒരു പിന്നെ വല്ലാതെ നമ്മളോട് അടുക്കൂല. നിങ്ങൾ എന്നെ ആലോചിച്ച് കാണി, നമ്മളോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളോട് നമുക്ക് വർത്താനം പറയാൻ തോന്നും? നമ്മളോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളോട് നമുക്ക് വർത്താനം പറയാൻ തോന്നൂല. കാരണം എന്താ? എപ്പോഴാ അയാളെ സ്വഭാവം മാറുക പറയാൻ പറ്റൂല. ഇപ്പൊ ചിരിച്ചു കളിക്കണ സ്വഭാവം ഒന്നല്ല കേട്ടോ, ചിലപ്പോൾ ചെയ്ത്താൻ കയറും. പിന്നെ എന്തൊക്കെയാ പറയാന്നുള്ളത് ഒന്നും ഉണ്ടാവില്ല, പറഞ്ഞ ആളേ ആവൂല പിന്നെ. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ ആളുകളും എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ ദേഷ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ്. ഇനി ഒന്നുകൂടി മനസ്സിലാക്കിക്കും. ഇപ്പൊ ഞാൻ ഭൗതികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണെങ്കിൽ, മതപരമായിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസ് ഉണ്ട്. ഒരു പക്ഷേ ദേഷ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഹദീസ്. ആ ഹദീസ് ഏതാണെന്നറിയോ?
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ ഔസിനി ഔസിനി യാ റസൂലല്ലാ, അള്ളാന്റെ റസൂലെ എനിക്കൊരു വസിയത്ത് തരും, എനിക്കൊരു ഉപദേശം തരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് അറിയുന്നത് കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം വെക്കരുത് എന്ന് പറഞ്ഞു. നീ ദേഷ്യം വെക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ വീണ്ടും പറഞ്ഞു, സുമ്മയ്യുൻ, പിന്നൊന്ന് പറയും നബിയാണ്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം വെക്കരുത്. വീണ്ടും അയാൾ ചോദിക്കുകയാണ്, ലാ പിന്നെ സുമ്മയ്യുൻ, പിന്നൊന്ന് പറയുന്നതാണ്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം വെക്കരുത്. എനിക്കൊരു ഉപദേശം തരുന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിച്ച ആളോട് 3 തവണ നബി പറഞ്ഞ എന്താ, നീ ദേഷ്യം വെക്കരുത് കേട്ടോ, നീ ദേഷ്യം വെക്കരുത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇതെന്താ വേറൊന്നും പറയാനില്ലേക്കും അല്ലേ, അപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരിക. എന്നാൽ ഈ ഹദീസ് ഇത്ര നമ്മൾ കേട്ടിട്ടുണ്ടാകുള്ളൂ. അതിന്റെ ബാക്കി കൂടി കേട്ടോളിട്ടോ. അതിന്റെ ബാക്കി എന്താണെന്നറിയോ? ആ ചോദ്യം ചോദിച്ച മനുഷ്യൻ പിന്നെ പറയാണ്, ആ ഹദീസിന്റെ ബാക്കിയാണ്, ഫഫക്കർതു ഹീന ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് ആ ഒരു വാക്കിനെ കുറിച്ച്, അഥവാ ഗളബ്, ദേശത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചു, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ഫഇദൽ ഗളബു യജ്മഉ ശർറ കുല്ല, എല്ലാ തെറ്റുകളുടെയും എല്ലാ തിന്മകളും ഒരുമിച്ച് കൂടുന്ന ഒരു കാര്യമാണ് ആ പിന്നെ ദേഷ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ലേ, ത്വലാക്ക് നടക്കുക ഭാര്യയും ഭർത്താവും കൂടി സ്നേഹബന്ധം ഉണ്ടാകുമ്പോഴാ? അല്ല, ദേഷ്യം വരുമ്പോഴാ. കുടുംബങ്ങൾ തെറ്റിപ്പിരിഞ്ഞു പോകലപ്പോഴാ? ഒരാൾ ദേഷ്യപ്പെട്ടത് കൊണ്ടാ, മറ്റൊരാളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടാ. അയൽവാസികള് മതിൽ വലുതാക്കണത് എപ്പോഴാ? നമ്മളെ ചില വാക്കുകള്, ചില ദേഷ്യപ്പെടലുകൾ, അതാ പ്രശ്നം. അല്ല, അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു കൊരക്കണ നായാണ്, അത് കടിക്കണ ഒരു നായ. അതിനെ നീ പിടിച്ചു വെച്ചപ്പെടും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയോ? പറയാനുള്ളത് മുഴുവൻ പറയും, കടിച്ചു കീറും. അത് പലരുടെയും നെഞ്ചകങ്ങൾ കീറി മുറിക്കും, അവരുടെ കൽബുകള് മാന്തി പറിക്കും, അതിൽ നിന്ന് രക്തത്തുള്ളികൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിനക്ക് ഒരിക്കലും മാറ്റാൻ കഴിയൂല, പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റൂല. അതാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു കടിക്കണ നായാണ്, ഒരു കൊരക്കണ നായ എന്ന് പറഞ്ഞേ. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ചില ആളുകളൊക്കെ പറയാൻ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുന്നില്ല, പിന്നെ ഞാൻ എന്നാലും ദേഷ്യപ്പെട്ടാലും എന്ത് ചെയ്യുന്നറിയോ? ഓരോട് സോറി പറയും. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അതാ, പറയാനുള്ളതൊക്കെ ഉണ്ട് പറയും, പിന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? സോറി പറയാറുണ്ട്. അല്ലെ, അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഒരു കഥ പറഞ്ഞുതരാൻ. ഞാൻ ഈ പറയണ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? എല്ലാവരും ഇന്ന് ഉറങ്ങുണ്ടോ? അവിടെ കേൾക്കണില്ലേ? ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോ എന്റെ കട്ടാക